Good morning, dear students. We are meeting after a very short break due to the havocs created by the rain, the range problems, and all that. And now we are almost in a smooth position. And this is the second part of the chapter Art, Truth, and Politics. For a quick reminder, this chapter is the virtual speech or the recorded speech of Harold Pinter when he received the Nobel Prize. In this chapter or in this essay or speech, he discusses about the position of art in society, how reality is interpreted by art, how art is interpreted by political theater, how a citizen should see the reality across the world, how we should act as responsible citizens, and also he also mentions as a part of this how US acted across the world as a so-called world leader. How did they use that tag of world leader to exploit the people across the world? Now, we'll begin from where we stopped. We were discussing about the Nicaragua state, which was controlled by the state of Contras in Central America, and US supported the state of Contras. They supported all the kind of violence inflicted by Contras on Nicaragua. അതായത് നിക്കാർഗുവ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ മേലെ കോൺട്രാസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ കൈൻഡ് ഓഫ് വയലൻസിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് US നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺട്രാസിൻ്റെ ബ്രൂട്ടലായിട്ടുള്ള അവരുടെ ലീഡറുടെ പേരാണ് സൊമോസ എന്ന്. സൊമോസിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് US സപ്പോർട്ട് ചെയ്തിരുന്നു. ഇറ്റ്സ് ഓൾമോസ്റ്റ് 40 years. ഓക്കെ, അപ്പോൾ അവരുടെ ഡിക്റ്റേറ്റർഷിപ്പിന് മറ്റൊരു കൺട്രിയെ കൺട്രോൾ ചെയ്യുന്നതിൽ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. US നിലപാട് അങ്ങനെയായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടിരുന്നു. And in 1979, after a very long struggle and a big revolution, Nicaraguans achieve freedom. അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് അണ്ടർ ദ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് സാൻഡിനിസ്റ്റ ലിബറേഷൻ ഫ്രണ്ട്. അവരുടെ നാട്ടിലുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് നിക്കാർഗ്വൻസ് ഗോട്ട് ഫ്രീഡം ആൻഡ് ദേ ഹാഡ് ദെയർ ഓൺ റൂൾ. ആരാണ് ഭരിക്കാൻ തുടങ്ങിയത്? പിന്നെ സാൻഡിനിസ്റ്റ ലിബറേഷൻ ഫ്രണ്ടാണ് നിക്കാർഗ്വൻസിനെ ഭരിക്കാൻ തുടങ്ങിയത്. അവരുടെ നാട്ടിൽ തന്നെയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ്. വി കനോട്ട് സേ ദ സാൻഡിനിസ്റ്റൻസ് വെ പെർഫെക്റ്റ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ സാൻഡിനിസ്റ്റൻസ് പെർഫെക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ദേ വെർ അറഗൻറ്റ്. അവരുടെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ പലതും വി കനോട്ട് ആക്സെപ്റ്റ്. ദർ ആർ ലോട്ട് ഓഫ് പ്രോബ്ലംസ് വിത്ത് ഇറ്റ്. ബട്ട് ദേ വെർ ഇൻ്റലിജൻറ്റ്, ദേ വെർ റാഷണൽ എന്ന് പറഞ്ഞാൽ റീസണബിൾ ആയിരുന്നു ആൻഡ് സിവിലൈസ്ഡ് ആയിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ആയിരുന്നു സാൻഡിനിസ്റ്റൻസ്. ആൻഡ് ദെയർഫോർ they gave space for all kind of people. പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റി, ആർക്ക് വേണമെങ്കിലും താമസിക്കാവുന്ന ഡീസൻ്റായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തു. ദേ അബോളിഷ്ഡ് ഡെത്ത് പെനാൽറ്റി. അതായത് എന്ത് ക്രൈം ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാരെ കൊല്ലുക എന്നുള്ളൊരു ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്ന സംഭവം അവർ എടുത്തു കളയാണ്. ദെൻ there were a lot of peasants who were poverty stricken. അതായത് കർഷകർ വളരെ അറ്റത്തെ കഷ്ടത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവർക്കൊക്കെ വേണ്ട സപ്പോർട്ട് നൽകി. they gave land for almost 100,000 families and supported them. they opened 2,000 schools. ഇലിറ്ററസി റേറ്റ് വല്ലാതെ കുറഞ്ഞു, 1/7 റെഡ്യൂസ് ചെയ്തു. ദെൻ ഫ്രീ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സർവീസ് വാസ് ഗിവൺ. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വല്ലാതെ കുറഞ്ഞു. പോളിയോ വാസ് ഇറാഡിക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ്. എന്ത് കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് സാൻഡിനിസ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നെങ്കിലും ദേ ബ്രോട്ട് ഓൾ ദിസ് ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ഹെൻസ് വി ഷുഡ് സപ്പോർട്ട് ദം. അതായിരുന്നു ആ ഒരു ഡിഫറൻസ്. സ്റ്റേറ്റ് ഓഫ് കോൺട്രാസ് അവിടെ നിന്ന് പോയി ഇവർക്ക് റൂള് തിരിച്ചു കിട്ടിയ സമയത്ത്. ദെൻ but what did happen was that after a few years US put down or pulled down Sandinistans. അവർ പിന്നെയും ഡിഫീറ്റ് ചെയ്തു. they resisted a lot for a very long period till they got exhausted. കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുന്നത് വരെ നിക്കാർഗ്വൻസ് സാൻഡിനിസ്റ്റൻസിൻ്റെ നേതൃത്വത്തിൽ they tried to defend but they were exhausted and poverty stricken once again.
ആൻഡ് എന്താണ് കാസനോസ് ഓർ ദ കോൺട്രാസ് ദ സ്റ്റേറ്റ് ഓഫ് കോൺട്രാസ് റിട്ടേൺഡ്, അവരുടെ റൂള് പിന്നെയും തിരിച്ചു വരികയാണ്. ഓക്കെ, ദേ കെയിം ബാക്ക് ആൻഡ് സ്റ്റാർട്ടഡ് റൂളിങ്. ആൻഡ് വാട്ട് ഹാപ്പൻഡ്? ഹെൽത്തും എഡ്യൂക്കേഷനൊക്കെ നഷ്ടപ്പെട്ടു. ദേ ലോസ്റ്റ് ഓൾ ദ കൈൻഡ് ഓഫ് ഹെൽത്ത് സെറ്റപ്പ് ദേ ഹാഡ് ബിൽഡ് അപ്പ്. ദേ ലോസ്റ്റ് ഓൾ ദ സ്കൂൾസ്, ദേ lost all the education background, and this place, the state of Nicaragua, was seen as a place of just vengeance. മറ്റവർക്ക് വിദ്വേഷം തീർക്കാനുള്ള, അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമാണ് ഈ സ്റ്റേറ്റിനെ പിന്നീട് അവർ കണ്ടിട്ടുള്ളത്. ആൻഡ് US വെരി ഫ്രാങ്ക്ലി സ്റ്റേറ്റ് ദാറ്റ് ഞങ്ങൾ ഡെമോക്രസി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആരെ താഴ്ത്തിയത്? സാൻഡിനിസ്റ്റൻസിനെ താഴ്ത്തി വീണ്ടും കോൺട്രാസിനെ സപ്പോർട്ട് ചെയ്ത് അവരെ റൂൾ ഇവിടെ തിരിച്ചു കൊണ്ടത്. ആൻഡ് സോ കോൾഡ് ഡെമോക്രസി പ്രിവെയിൽ. പക്ഷേ ഈ ഡെമോക്രസി പ്രിവെയിൽ ചെയ്തതുകൊണ്ട് കാര്യമില്ലല്ലോ. ആ സ്റ്റേറ്റിൻ്റെ അവസ്ഥ എന്താണ്? ദാറ്റ് വാസ് റിയലി ബാഡ്. ഓക്കെ, ഓൾ ദ കൈൻഡ് ഓഫ് എന്താ പറയുക, ദിസ് പോളിസി വാസ് സപ്പോർട്ടഡ് ബൈ ഓൾ ദ പീപ്പിൾ. അവരുടെ റൂഡ് പോളിസീസിനെ എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എല്ലാവരും തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി US ഒരു കൺട്രി ഒന്നുമല്ലാത്ത രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുത്തതിന് ശേഷം അവർ ഡെമോക്രസിയാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ദി അതേഴ്സ് ഹാഡ് എന്താ പറയുക, അവർക്കൊരു ഡിക്റ്റേറ്റർഷിപ്പ് കൈൻഡ് ഓഫ് റൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത് സാൻഡിനിസ്റ്റൻസിന്. ബട്ട് ദേ റിയലി ഡിഡ് ഹെൽപ്പ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദെയർ കൺട്രി. അല്ലാതെ അവരെ പിടിച്ച് താഴെ ഇട്ടിട്ട് ഒരു ഈക്വൽ ഓർ മോർ എമൗണ്ട് ഓഫ് ഗ്രോത്ത് ആ കൺട്രിക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് ആൻഡ് ദേ സേ ദാറ്റ് ഡെമോക്രസി ഇവിടെ നിലനിൽക്കുന്നുണ്ട്, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്നാണ് USൻ്റെ ഒരു നിലപാട്. ഓക്കെ, ആൻഡ് ദിസ് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. കോൺട്രാസ് നിക്കാർഗുവനെ എന്താണ് കീഴടക്കാൻ ശ്രമിച്ച സമയത്ത് അമേരിക്ക സപ്പോർട്ട് ചെയ്ത്, US സപ്പോർട്ട് ചെയ്ത് അവരെ സക്സസ്സിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെയാണ് അക്രോസ് ദ വേൾഡ് അമേരിക്ക ചെയ്തിട്ടുള്ളത്, US ചെയ്തിട്ടുള്ളത്. അവരെന്ത് ചെയ്തു? ദേ ഹാവ് സപ്പോർട്ടഡ് എവ്രി നേഷൻ വിച്ച് സ്റ്റുഡ് ബൈ ദെയർ സൈഡ്. അവരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള എല്ലാ നേഷൻസിനും ബാക്കി ഏതെങ്കിലും രാജ്യത്തിന് എന്താ പറയുക തകർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദേ ഓൾവേസ് സപ്പോർട്ടഡ് ഇറ്റ് അണ്ടർ ദെയർ കൺട്രോൾ. അവരുടെ ഒരു എന്താണ് അധീനതയിലാവുന്ന രൂപത്തിലാണെങ്കിൽ ദേ ടോട്ടലി try to make that control. That was what happened in Iraq too. It was done across the world. നിക്കാർഗുവൻസിൻ്റെ ഇറാഖിയൻസിൻ്റെ അവസ്ഥ മാത്രമല്ല, ഇറ്റ്സ് ഹാപ്പൻ ടു ഓൾമോസ്റ്റ് മെനി ഓഫ് ദ കൺട്രീസ് ഇൻ ദ വേൾഡ്. ആൻഡ് ഇറ്റ് നെവർ എൻഡഡ്. ഈ ഒരു പ്രോസസ്സ് ഒരിക്കലും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. വൺസ് US became strong long ago, this process of എന്താണ് ഒരു സ്മോൾ കാൽക്കുലേറ്റഡ് പ്രോസസ് ഓഫ് ഡിഫീറ്റിംഗ് അതർ നേഷൻസ് ആൻഡ് കൺട്രോളിങ് ദെയർ പവർ ആൻഡ് എക്കണോമി ആൻഡ് പീപ്പിൾ ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ഡിസ്ട്രോയിങ് ദം ടു നത്തിങ് കണ്ടിന്യൂഡ് ഇൻ എവ്രി ഇയർ ഇൻ എവ്രി ആസ്പെക്റ്റ്. എല്ലാ രീതിയിലും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. US എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിനായിരുന്നു. ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ദേ ഓൾമോസ്റ്റ് ഓൾവേസ് സപ്പോർട്ടഡ് റൈറ്റ് വിങ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. ദോ ദേ ടോൾഡ് ദാറ്റ്, അവരെപ്പോഴും പറഞ്ഞിരുന്നത് എന്താണ്, ഇങ്ങനെയൊന്നും അല്ല, നമ്മൾ ദേ വെർ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി, ദേ വെർ ട്രൈങ് ടു ഫ്രീ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബട്ട് വാട്ട് ദേ ആക്ച്വലി ഡിഡ് വാസ് ദാറ്റ് ദേ വെർ ട്രൈങ് ടു കൺട്രോൾ ദി ഹോൾ വേൾഡ്. വി ക്യാൻ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ഇന്തോനേഷ്യ, ഗ്രീസ്, ഉറുഗ്വേ, ബ്രസീൽ, കൗണ്ട് ദ നമ്പർ ഓഫ് കൺട്രീസിൽ നമ്മൾ ആ നേഷനൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പരാഗ്വേ, ഹെയ്റ്റി, ടർക്കി, ദ ഫിലിപ്പീൻസ്, ഗ്വാട്ടിമാല, എൽ സൽവദോർ ആൻഡ് ചിലി. ഇത്രയും നേഷൻസിന് ഇതിൽ എസ്പെഷ്യലി US ചിലീനെ കൺട്രോൾ ചെയ്ത രീതി കെൻ നോട്ട് ബി കൗണ്ടഡ്. 1973 ചിലിയെ അറ്റാക്ക് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വാസ് ആക്ച്വലി ചില്ലിങ്. അത്രയും ക്രൂവലായിട്ടാണ് ഓരോ നേഷൻസിനെയും US കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. തൗസൻഡ്സ് ഓഫ് ഡെത്ത്സ് വെയർ ഹാപ്പനിങ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ കൺട്രീസ്. ആൻഡ് ദിസ് ഷുഡ് ബി ആട്രിബ്യൂട്ടഡ് ടു US ഫോറിൻ പോളിസി. എങ്ങനെയാണ്? ജസ്റ്റ് ഇമാജിൻ ഹൗ എ കൺട്രി ലൈക്ക് അവേഴ്സ്, മേ ബി ദേ ആർ ഡെവലപ്ഡ്, അവർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷനാണെന്ന് പറയാൻ പറ്റും. ഹൗ എ സിംഗിൾ കൺട്രി ട്രൈസ് ടു കൺട്രോൾ അതർ കൺട്രീസ് ഇൻ ദ വേൾഡ്. അതിനെന്ത് അവകാശമാണ് അവർക്കുള്ളതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ദേ കൺട്രോൾഡ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദീസ് കൺട്രീസ് ആൻഡ് മെനി മോർ, ആൻഡ് നോട്ട് ഇൻ എ പോസിറ്റീവ് വേ, ഇൻ ദ മോസ്റ്റ് നെഗറ്റീവ് വേ പോസിബിൾ. അവർക്ക് വേണ്ടതെല്ലാം എടുത്തു കൊണ്ടുപോവുകയും അതേസമയം ആ നേഷനെ ഒന്നും അല്ലാതാക്കുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫോറിൻ പോളിസി ആയിരുന്നു അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട്
The actual thing was that as if nothing had happened. ഒന്നും സംഭവിക്കാത്ത പോലെയാണ് എല്ലാ കാര്യങ്ങളും. ഇഫ് ഓൾ ദ റോങ് തിങ്സ് വെയർ ഹാപ്പനിങ് ടു, ഇതൊക്കെ ലോകത്ത് പല നേഷൻസിലും US ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇറ്റ് വാസ് ആസ് ഇഫ് നത്തിങ് ഹാഡ് ഹാപ്പൻഡ്. ഒന്നും നടക്കാത്തതുപോലെയാണ് പുറം ലോകത്തിന് തോന്നിയത്. ഇറ്റ് ഡിഡൻ മാറ്റർ. കാരണം അതിന് അങ്ങനെ ന്യൂസ് കവറേജ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് സിംഗിൾ സ്റ്റെപ്പ് ഡിസ്ട്രക്ഷൻ ആയിരുന്നില്ല ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായിരുന്നത് US ഭാഗത്ത്. ദറ്റ് വാസ് ഹൈലി സിസ്റ്റമാറ്റിക്കലി വിഷ്യസ് ആയിരുന്നു. വിഷ്യസ് എന്ന് പറഞ്ഞാൽ അത്രയും പ്ലാൻഡ്, പോയ്സണസ്, കോൺസ്റ്റൻറ്റ് ആൻഡ് റിമോഴ്സ്ലെസ്. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. റിമോഴ്സ്ലെസ് എന്ന് പറഞ്ഞാൽ അവർക്ക് റിഗ്രറ്റേ ഉണ്ടായിരുന്നില്ല ഫോർ വാട്ട് ദേ വർ ഡൂയിങ് അക്രോസ് ദ വേൾഡ്. അതുകൊണ്ട് തന്നെ എവ്രി വൺ ഇസ് അഫ്രെയ്ഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അവർക്ക് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പേടിയാണ്. ലൈക്ക് വി ആർ നോട്ട് ബോതേർഡ് ഇൻ എ വേ. ആസ് ഇൻ്റർനാഷണൽ സിറ്റിസൺസ് നമ്മൾ റെസ്പോൺസിബിൾ അല്ല എന്ന് വേണം പറയാൻ. ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്? ഇത്രയും വയലൻസ് നടന്നിട്ടും ദീസ് ഓൾ വയലൻസ് ഹാപ്പൻഡ് ഇൻ എ സിസ്റ്റമാറ്റിക്, വിഷ്യസ്, കോൺസ്റ്റൻറ്റ്, റിമോഴ്സ്ലെസ് വേ ആൻഡ് നോ വൺ ആക്ച്വലി റിയാക്ട്സ് ആൻഡ് എവ്രി വൺ behaves as if nothing has happened. ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാ? ദ ക്രെഡിറ്റ് ഗോസ് ടു അമേരിക്ക. ദേ ആർ ഏബിൾ ടു, ഓർ US, they are able to establish this kind of image in the world and yet be strong. അതാണ് അവരുടെ ഒരു പവർ എന്ന് പറയുന്നത്. It has to exercise a clinical manipulation of power worldwide while having a mask of universal good. And I read out the sentence because it's really important. അവർ ഒരു ഭാഗത്ത് ക്ലിനിക്കൽ മാനിപ്പുലേഷൻ ഓഫ്, അതായത് പ്ലാൻഡ്, ടെക്നിക്കൽ, സയൻറ്റിഫിക്കലി പ്ലാൻഡ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ഓഫ് പവറാണ് ഓരോ ഭാഗത്തും ചെറിയ രൂപത്തിലായിട്ട് ഓരോ കൺട്രിയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് ചെയ്യുമ്പം തന്നെ കൺട്രോൾ ചെയ്യും, ഓരോ നേഷനും ഇവരുടെ കൺട്രോൾ വരുന്നതിൻ്റെ കൂടെ തന്നെ ദേ ഓൾവേസ് മെയിൻറ്റെയിൻ ദാറ്റ് മാസ്ക് ഒരു ഫേസ് മാസ്ക് പോലെ, അല്ലെങ്കിൽ മുഖം കവർ ചെയ്യുന്ന മാതിരി നമ്മളാണ് ഏറ്റവും നല്ലത്, വി ആർ ട്രൈങ് ടു മേക്ക് ദ വേൾഡ് എ ഗുഡ് പ്ലേസ് എന്നുള്ള ഇമേജും കൂടെ കൊടുക്കാൻ അവർ ട്രൈ ചെയ്തിരുന്നു. ആൻഡ് ദേ വർ സക്സസ്ഫുൾ ഇൻ ഇറ്റ്. ദോ ദേ വർ ലെറ്റ് ലൂസിങ് ഓൾ കൈൻഡ് ഓഫ് ക്രുവൽറ്റീസ് ഇൻ ദ വേൾഡ് അറ്റ് എ പാർട്ട്, ദി അതർ സേസ് ഓൺ ദി അതർ സൈഡ് എന്താണ്, ദേ വർ ഗിവിങ് ഔട്ട് ദ ഇമേജ് ഓഫ് യൂണിവേഴ്സലി ഗുഡ് പീപ്പിൾ ഹു ആർ സപ്പോർട്ടിങ് എവ്രി വൺ. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഓരോ കാര്യത്തിലും അഭിപ്രായം പറയുന്ന, വേണമെങ്കിൽ സഹായം കൊടുക്കുന്ന ഒരാൾക്കാരുടെ ഇമേജ് പുറത്തേക്ക് കൊടുക്കാൻ ദേ വർ ഏബിൾ. അത് കൈൻഡ് ഓഫ് ഒരു ഹിപ്നോസിസ് ആണ്, ഒരു മയക്കലാണ്. ലോക ജനതയെ മയക്കി നിർത്തുന്ന പോലെയാണ്, ഹിപ്നോസിസിന് വിധേയമാക്കുന്ന പോലത്തെ ഒരു ബ്രില്യൻ്റ് ആക്ടായിരുന്നു ആക്ച്വലി US കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ഓതർ ഈസ് ക്വസ്റ്റ്യനിങ് our moral sensibility and conscience. നമ്മളുടെ എന്താ പറയുക, മൂല്യബോധത്തെയും അതുപോലെ നമ്മളുടെ കോൺഷ്യൻസിനെയും നമ്മളുടെ മനസ്സാക്ഷിയെയാണ് ചോദ്യം ചെയ്യുന്നത് ഓതർ. ആർ വി റെസ്പോൺസിബിൾ? നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടാണോ ബിഹേവ് ചെയ്യുന്നത്? ആർ വി റെസ്പോൺസിബിൾ ഓർ കോൺഷ്യസ് ആസ് ഇൻഡിവിജ്വൽസ് അബൌട്ട് അവർ റെസ്പോൺസിബിലിറ്റീസ്? ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്ത്. ദാറ്റ് ഈസ് ഈവൻ ഇഫ് വി ഹാവിൻ ഡൺ എ ക്രൈം, നമ്മളുടെ സമൂഹത്തിലൊരു ക്രൈം നടക്കുമ്പോൾ we have a responsibility to react and say that is wrong. ഇത് ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്തതിന് വേണ്ടി മാത്രമല്ല ഞാൻ റിയാക്ട് ചെയ്യേണ്ടത്. I have to react when something happens wrong in the world. Where is that shared responsibility of all of us? നമ്മളുടെ എല്ലാവരുടെയും ആ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എവിടെ? Do we react properly when something happens wrong in the world, and especially when US done something wrong? നമ്മൾ ഗ്വാണ്ടനാമോൻ്റെ കേസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് ദ മോസ്റ്റ് ക്രൂവൽ തിങ്സ് ദാറ്റ് US ever did was in Guantanamo concentration camps or jails. Hundreds of peoples were detained, എന്താണ്, പിടിച്ച് കെട്ടിയിടുക, അല്ലെങ്കിൽ they were jailed in almost 3 years and above without any charge. ഒരു കുറ്റപത്രം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു FIR ഇല്ലാതെ, ഒരു ലീഗൽ റെപ്രസെൻറ്റേഷനും ഇല്ലാതെ വർഷങ്ങളോളം ഗാണ്ടനാമോ തടവറകളിൽ ആൾക്കാരെ പാർപ്പിച്ചിട്ടുണ്ട് US. There was no explanation why did they do that, എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് പോലും എന്താ പറയുക, that was not properly explained.
ദിസ് വാസ് ഇൻ ഡിഫിയൻസ് ഓഫ് ജനീവ കൺവെൻഷൻ. ജനീവ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറുണ്ടാവുന്ന സമയത്ത് ഉണ്ടാവേണ്ട ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസിനെ കുറിച്ചുള്ള 4 ട്രീറ്റിയാണ്, 4 treaties that discuss about the humanitarian concerns that any country should maintain while engaged in war. പക്ഷേ ഇതിനെയൊക്കെ ഈ ജനീവ കൺവെൻഷനൊക്കെ കംപ്ലീറ്റ് തൂത്തെറിയുന്ന രൂപത്തിലായിരുന്നു US-ൻ്റെ ആക്ഷൻ ആസ് ഇൻ കൺസേൺ ടു ഗ്വാണ്ടനാമോ. ഓക്കെ, വി ആർ നോട്ട് റെസ്പോൺസിബിൾ, വി ഷുഡ് സേ ടു അവർസെൽസ്, നമ്മൾ ഓരോരുത്തരും നമ്മളോട് പറയേണ്ട കാര്യമാണ്, വി ആർ നോട്ട് റെസ്പോൺസിബിൾ ആസ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി. നേഷൻ വൈസ് പോലും പലപ്പോഴും നമ്മൾ റെസ്പോൺസിബിൾ അല്ല, ഇൻ്റർനാഷണൽ വൈസ് നമ്മൾ ഒരിക്കലും റെസ്പോൺസിബിൾ അല്ല. ദ ക്രിമിനൽ ഔട്ട്റീച്ച് കമ്മിറ്റഡ് ബൈ US were not actually reacted upon by people in the world. Other people in the world did not react for this kind of criminal outrage committed by a country which calls itself, എങ്ങനെയാണ് US സ്വന്തം അഡ്രസ് ചെയ്യുന്നത്, ലീഡർ ഓഫ് ദ ഫ്രീ വേൾഡ് എന്നാണ് അവർ സ്വന്തത്തിന് തന്നെ, ദാറ്റ് ഷുഡ് ബി പുട്ട് ഇൻ സിംഗിൾ ഇൻവേർട്ടഡ് കോമേഴ്സ്, ലീഡർ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. അവരുടെ ക്രൈമിനെതിരെ ഹൗ മെനി ഓഫ് us റിയാക്ട്, ദാറ്റ് ഈസ് ഹൈലി ക്വസ്റ്റനബിൾ. ഡു വി തിങ്ക് അബൌട്ട് ഗ്വാണ്ടനാമോ ബേ? അവിടെയുള്ള ആൾക്കാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഹൗ ഡസ് മീഡിയ റെപ്രസെൻറ്റ് ദിസ് ഇഷ്യൂ? ചിലപ്പം ചില ദിവസം പത്രത്തിൽ 6ാമത്തെ പേജിൽ ഏതോ ഒരു കുഞ്ഞു കോളത്തിൽ വരുന്ന ഒരു ന്യൂസ് മാത്രമായിട്ട്, ഒരു ന്യൂസ് പോപ്പപ്പ് മാത്രമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി മാത്രമാണ് ഗ്വാണ്ടനാമോയുടെ ഇഷ്യൂ വരുന്നത്. നോ വൺ ടോക്സ് അബൌട്ട് ഇറ്റ്. ഫ്രണ്ട് പേജിൽ വരേണ്ടതാണ്, ക്യാമ്പയിൻ നടക്കേണ്ടതാണ്, ആൾക്കാർ ഫ്രീഡ് ആവേണ്ടതാണ്, ബട്ട് നോ വൺ ഡസ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് എ നോ മാൻ ലാൻഡ്. അവിടെ ഒരു അങ്ങനെ തന്നെ ഒരു പീപ്പിൾ സീ ആസ് ഇഫ് ഗ്വാണ്ടനാമോ ഡസൻറ്റ് എക്സിസ്റ്റ്. അതുപോലെയാണ് ഇപ്പോൾ ആൾക്കാർ അതിനെ നോക്കിക്കാണുന്നത്. വി ഡോണ്ട് റിമെമ്പർ ഇറ്റ്, വി ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട്, അങ്ങനെ എന്തോ ഒന്നുണ്ട് എന്നുള്ള രൂപം. നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലമേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ റിയാക്ഷൻ വരുന്നത്. ആൻഡ് ദ പീപ്പിൾ ദെയർ ഔട്ട് ഓഫ് നോ വൺ സപ്പോർട്ട്, ആരും തന്നെ സപ്പോർട്ട് ചെയ്തവർ പുറത്തേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ ദേ വെൻ ഫോർ ഹങ്കർ സ്ട്രൈക്ക്, അതായത് അവർ ഭക്ഷണം കഴിക്കില്ല അമേരിക്കൻ സോൾജിയേഴ്സ്. അപ്പം വാട്ട് ഡിഡ് അമേരിക്കൻ സോൾജിയേഴ്സ് ഡു? ദേ ഫോഴ്സ് ഫെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വീനോ ഫ്ലൂയിഡ് ഇസ് ഗിവൺ ത്രൂ നോസ്, ആ ഒരു സിസ്റ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോഴ്സ് ഫീഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേ വോണ്ട് ഈറ്റ്, ദെൻ ദേ ആർ ഫോഴ്സ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലൂയിഡ് ഇസ് ഗിവൺ ത്രൂ നോസ്, യു ഹാവ് ടു സ്പ്ലിറ്റ്. ആ സമയത്ത് ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുകയൊക്കെ വേണ്ടി വരും ത്രോട്ടിൻ്റെ അവിടെയും ഒക്കെ. ആൻഡ് വെൻ വി ആക്ച്വലി ഫീഡ് സം-വൺ ഇൻ ദിസ് വേ, അല്ലെങ്കിൽ നമ്മൾ നോസിലൂടെ ഫ്ലൂയിഡ് അല്ലെ ത്രോട്ടിലൂടെ ഫ്ലൂയിഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് യു ആക്ച്വലി ഗിവ് ദം അനസ്തേഷ്യ ഓർ സെഡേഷൻ, കാരണം അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. But these people are not given any kind of medicine, anesthesia or sedation while they are forcefully fed. ഈ ഭക്ഷണം ഈ രീതിയിൽ കൊടുക്കുന്ന സമയത്ത് they are not given any kind of medication, and as a result people spit blood. അത്രത്തോളം ടോർച്ചറാണ് the people do to these, അതായത് അമേരിക്കൻ സോൾജിയേഴ്സ് ഡു ടു ദിസ് പീപ്പിൾ. ഫോഴ്സ് ഫീഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഫോഴ്സ് ഫീഡിങ് പ്രോസസ് പ്രോപ്പർലി അല്ല, ദേ ഡു ഇറ്റ് ഇൻ എ വെരി വെരി ക്രൂവൽ വേ. ആൻഡ് the British Prime Minister or Foreign Secretary never react to whatever happened in this place. ഒരിക്കലും അവർ റിയാക്ട് ചെയ്യില്ല. This was because US told that whoever reacted to whatever that was happening in Guantanamo, ഏത് നേഷനാണോ ഗ്വാണ്ടനാമോയിൽ നടക്കുന്നതിന് US-നെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്, ദാറ്റ് ഇസ് എ അൺഫ്രണ്ട്ലി ആക്ട്. അത് ഞങ്ങളൊരു ഫ്രണ്ട്ലി ആക്റ്റായിട്ട് എടുക്കില്ല, ഞങ്ങൾ അൺഫ്രണ്ട്ലി ആക്റ്റായിട്ട് എടുക്കുകയുള്ളൂ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ അത്തരത്തിൽ റിയാക്ട് ചെയ്യുള്ളൂ. ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഡോണ്ട് ക്രിറ്റിസൈസ് അസ് എന്നുള്ള US-ൻ്റെ ഒരു വാർണിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പോലും അല്ലെങ്കിൽ ബ്രിട്ടൻ പോലും ഈ സംഗതിനോട് റിയാക്ട് ചെയ്യാതെ, ബ്ലെയർ ഡിഡൻറ്റ് സ്പീക്ക് അപ്പ്, ടോണി ബ്ലെയർ ഡിഡൻറ്റ് സ്പീക്ക് അപ്പ്, ഹി കെപ്റ്റ് ക്വയറ്റ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. ഈവൻ ദ ഇൻവേഷൻ ഓഫ് ഇറാഖ് നമ്മൾ എടുത്തു നോക്കുമ്പം ദാറ്റ് ഇസ് Bandict Act or blatant terrorism, and this was extremely against the international law and order. Bandict Act എന്ന് പറഞ്ഞാൽ കൊള്ളയാണ്, പകൽ കൊള്ളയാണ്, എല്ലാ രീതിയിലും കൊള്ളയാണ്, ബ്ലേറ്റൻറ്റ് വെരി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ടെററിസമാണ് ഇറാഖിന് നേരെ ശരിക്കും അമേരിക്ക അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്.
ആക്ച്വലി ഈ മിലിറ്ററി ഇൻവേഷൻ്റെ തുടക്കം എന്ന് പറയുന്നത്, ബിഗിനിങ് ഓഫ് മിലിറ്ററി ഇൻവേഷൻ ഓർ ആക്ഷൻ ഇൻ ഇറാഖ് വാസ് ബിഗൺ വിത്ത് എ ലോട്ട് ഓഫ് ലൈസ്. ഇവർ കുറേ കള്ളങ്ങൾ പറഞ്ഞ് അങ്ങനെ നൗ വി ആർ ഗോയിങ് ടു എന്താ പറയുക എൻഫോഴ്സ് മിലിറ്ററി ഫോഴ്സ് ഇൻ ഇറാഖ് എന്ന് പറഞ്ഞ് അവർ തുടങ്ങുന്ന പ്രോസസ്സ് പോലും ദാറ്റ് വാസ് നോട്ട് ആക്ച്വലി ജസ്റ്റിഫൈഡ് ആൻഡ് ദേ ഹാഡ് നോ റീസൺസ് വൈ ദേ ഡിഡ് ഡു ദിസ്. വൈ ആക്ച്വലി ദേ ഡിഡ് this was that, എന്തുകൊണ്ട് ഇത് ആക്ച്വലി ചെയ്തു എന്ന് വാസ് ദിസ് ബിക്കോസ് വാസ് ദാറ്റ്, സോറി ഫോർ ദാറ്റ് ഡബിൾ ക്രോസിങ്. ആക്ച്വലി ഇതെന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡിഡ് ദിസ് ബിക്കോസ് ദേ ഹാഡ് ടു consolidate the military and economic control of Middle East. Middle Easറ്റിലുള്ള എല്ലാ they had to consolidate the military and economic control there, and they used bombs and all other kind of depleted uranium, all kind of things they could do there, gunshot people and cruel murders and all kind of misery was let loose across the people there in Iraq, so that they could control Iraq and thus control the economic and military force of the Middle Eastern countries. And they told their actors they were trying to bring freedom to the democracy to the Middle East. They were trying to bring democracy to the Middle East. ഇവർ ഇറാഖിൻ്റെ മേലെ ഇങ്ങനെ ക്രൂരത അഴിച്ചു വിടുന്നതിന് അവർ സ്വയം ജസ്റ്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് was so called, they called it, they were bringing freedom and democracy to the Middle East part of the world. So these are the things you should remember in this session of the chapter. The actions of America, especially in Middle East and Nicaragua, and how they call themselves the leaders of freedom. Okay, I hope it's clear for you. Thank you. The rest will be seen in the next class.